ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉച്ചഭക്ഷണത്തിനുള്ള ചോറ് തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ്. അതിന് ചുവന്ന ഉണക്കലരി എന്ന് പറയുമ്പോൾ പച്ചരിയുടെ നാടൻ ഉണക്കലരി, തവിട് ഫുള്ളുള്ള ഉണക്കലരി ചോറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. തീ കത്തിച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ അരി കഴുകി ഇട്ട് റെഡിയാക്കുന്നതാണ്. കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഈ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരി നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആ കഞ്ഞിവെള്ളം ഊറ്റിയെടുത്ത് കഞ്ഞിവെള്ളവും ഉപയോഗിക്കാം. ചോറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ബാക്കി വീഡിയോയും കൂടെ ഞാൻ കാണിക്കാം. കണ്ടോ, നമ്മുടെ ചോറിന് അരി തിളയ്ക്കുന്നത്. ഇത് അമ്പലത്തിലെ പൊങ്കാല പോലെ ഉണ്ടല്ലോ. ക്ഷേത്രം ശരീരമാകുന്നു. ശരീരത്തിലെ ക്ഷേത്രജ്ഞന് നമ്മൾ കൊടുക്കുന്ന, ദൈവത്തിന് കൊടുക്കുന്ന വെള്ളച്ചോറാണ്. അത് തന്നെയാണ് നമ്മളെ ശരീരത്തിലും കൊടുക്കേണ്ടുന്നത്. ചോറ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമുക്കിത് ഊറ്റി ചോറായിട്ടെടുക്കാം. കഞ്ഞിവെള്ളവും ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ഉച്ചഭക്ഷണം റെഡിയായിരിക്കുകയാണ്. നല്ല ഉണക്കലരി കൊണ്ട് തവിട് ഫുള്ളുള്ള ഉണക്കലരി ചോറ്. ഇത് അതിൻ്റെ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ബീറ്റ്റൂട്ട് ചാറും ഒരു കഷ്ണം പച്ചമുളകും പിന്നെ ഉപ്പും ചേർത്ത് ഉണ്ടാക്കിയ ഒരു സൂപ്പ് പോലെ കഴിക്കാവുന്ന സാധനമാണ്. വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ അഭാവമുള്ളവർക്ക് ഈ ചോറ് എന്നും കഴിക്കുന്നത് വളരെ ഗുണപ്രദമായ കാര്യമാണ്. മറ്റതെല്ലാം നമ്മുടെ പത്നിയുടെ പാചകങ്ങളാണ്. എല്ലാവർക്കും നമസ്കാരം.